സാർ ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട് സാർ. താനിത് പറയാൻ തുടങ്ങിയിട്ട് 7-8 മാസമായല്ലോ സാർ. നിങ്ങളത് തോന്നിയ പോലെ കളിച്ചാൽ എങ്ങനെയാണോ? കേസ് ക്രൈംബ്രാഞ്ചിന് പോയി നല്ല പ്രഷറുണ്ട്. ഇവന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ ആരെങ്കിലും കയറി പ്രതിയാക്കാൻ പറ്റുമോ? തൽക്കാലം നമുക്കൊരു ഹെൽമെറ്റ് പരിപാടി നടത്തിയാലോ സാറേ? പൊക്കോടോ സാർ. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. ചെമ്പകമ്മാളുടെ കാതുവരെ അറസ്റ്റ് ചെയ്യുക. ചെമ്പകമ്മാളുടെ കാതുവരെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. കൊലപാതകം നടന്നിട്ടിപ്പോൾ 1 വർഷം കഴിഞ്ഞു. ലോക്കൽ പോലീസ് അന്വേഷിച്ച് പറ്റാത്തോണ്ടാ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. സോ യു ഹാവ് ടു ക്ലിയർ ദ മെസ് ആസ് വെൽ ആസ് പോസിബിൾ. ഓക്കെ സർ, ഓൾ ദ ബെസ്റ്റ്. നാട്ടുകാർക്ക് മുഴുവൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലാണല്ലോ വിശ്വാസം. കാര്യങ്ങൾ തീരുമാനിക്കുന്ന സോഷ്യൽ മീഡിയ അല്ലേടോ. പോലീസ് നീതി പാലിക്കുക. ചെമ്പകമ്മാളുടെ കാതുവരെ അറസ്റ്റ് ചെയ്യുക. ഞങ്ങൾ ഈ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്തിന്റെയും സാറിനെ കാണാതെ ഞങ്ങൾ ഇവിടെ പോകില്ല. സാറ് വരട്ടെ, സാറ് വന്നിട്ട് സംസാരിക്കാം. ഞങ്ങൾക്ക് പറയാൻ എന്ത് കാണാനോട് ഇവന്മാർ നിൽക്കുന്നത്? അവർക്ക് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എന്താ പ്രശ്നം? സാർ ഇത് കണ്ടോ? ചെമ്പകമാൾക്ക് നീതി കിട്ടാൻ വേണ്ടി ജാഥ നടത്തിയതിന് ഈ പോലീസുകാർ എനിക്ക് തന്ന സമ്മാനം. ഇതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ തല്ലുകൊണ്ട് ജാഥ നയിച്ചോണ്ടാ സാർ ഇവിടെ വന്ന് നിൽക്കുന്നേ. ആ ഓർമ്മ സാറിന് വേണം. ഞാനിപ്പോ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തരണോ? തരണം സാർ. ചെമ്പകമ്മാളെ കൊന്നവനെ പിടിച്ചു തരണം. സാറിനുമില്ലേ ഒരമ്മ? വീട്ടിൽ ഒരുപാട് ബന്ധുക്കളുണ്ടാവും. ഏതെങ്കിലും ഒരു ദിവസം സാറിന്റെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങേണ്ടി വരില്ലേ? അതൊന്ന് സാർ ഓർത്താ മതി. പെങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞ്? അനുരാധ ശ്രീധർ, വക്കീല, പിന്നെ ഈ സമരസമിതിയുടെ കൺവീനറും. ഞങ്ങളിപ്പോ വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ പെങ്ങളെ. അപ്പോഴേക്കും ഇങ്ങനെ ബഹളം വെച്ചാലോ? സാർ അധികം പഞ്ചാരെന്ന് പറയണ്ട. ക്രൈംബ്രാഞ്ചിന് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറയാൻ സമയം എടുക്കണ്ട. ഞങ്ങൾ സമരം ചെയ്ത് CBI കൊണ്ടുവരും. വേണമെങ്കിൽ അതിനുവേണ്ടി ഈ കൈയൊടിക്കാനും ഞാൻ റെഡിയാ. അയ്യോ, അതൊക്കെ വേണം. നിങ്ങളൊന്ന് സമാധാനപ്പെട്. ജനങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണം സാറേ. ആയിക്കോട്ടെ മാഡം. പക്ഷെ ഇപ്പൊ ഞാനൊന്ന് അകത്തോട്ട് പോക്കോട്ടെ. മാഡത്തിനെ പിന്നീട് വന്ന് സൗകര്യമായിട്ട് കണ്ടോളാം. രാജീവേ സാർ. ആ പെങ്ങൾ എന്നെ നൈസായിട്ട് അമ്മയ്ക്ക് വിളിച്ചതല്ല കേട്ടത്? ആണോ സാറേ? ആണ്. രാജീവേ സാർ. അപ്പം നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ഇനി ആ നാറീനെ പൂട്ടിയതിന് ശേഷം ഇവിടുന്ന് പുറത്തിറങ്ങും. ഞാൻ പറഞ്ഞല്ലോ സർ, അപ്പന് സുഖമില്ലാത്തതുകൊണ്ട് ഇനി വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് പോയത്. നിനക്ക് വേറെ ജോലി കിട്ടിയിട്ട് പോയെന്നാണല്ലോ നീ ബാക്കിലോട് പറഞ്ഞേക്കുന്നേ. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. സത്യം പറയടി, നിനക്ക് മേപ്പയിലുള്ള ഷാണെന്നുള്ള ഒരുത്തിനായിട്ട് ചുറ്റികളി ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, വിളിക്കുമ്പോൾ വരണം. പറയൂ. செண்பகாக்காக்கு கொஞ்ச நாளாவே என்னமோ கவலை இருந்தது. அவ எனக்கு ஃபோன் பண்ணும்போதெல்லாம் அப்படியே தோணுச்சு. ஏதோ ஒரு ஜோசியக்காரன் என்னமோ சொன்னான்னு அழுதுகிட்டே இருந்தா. ജോത്സൻ എന്തു പറഞ്ഞു? அது 52 வயசு வரைக்கும் அவளுக்கு ஆயுசாம். ஒரு ஆளு வீட்டில் அவளை கொல்லுமா. போலீஸ் தேடினா கூட கொலை பண்ண ஆளை பிடிக்க முடியாதுன்னு ஜாதகத்தை பார்த்த ஒரு ஜோசியர் சொன்னாரா. அப்படி சொன்னதுக்கு அப்புறம் 14வது நாள் தான் இப்படி நடந்துச்சு. സാറേ, അവർ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. വയസ്സ് 50 കഴിഞ്ഞതല്ലേ, തനിച്ച് താമസിക്കുകയല്ലേ, സൂക്ഷിക്കണം. ജാതകത്തിൽ ചിലത് മോശമായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. സാറേ, ജാതകത്തിൽ ശരിക്കും അങ്ങനെ കണ്ടു കാണുമോ സാറേ? സാറേ, ഞാൻ അവരുമായിട്ട് റോഡിൽ വഴക്കുണ്ടാക്കിയെന്നുള്ളത് നേരാ. പണ്ട് കുറച്ച് പൈസ കടം തന്നിരുന്നു, പലിശയുടെ പ്രശ്നം. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല സാറേ. അവരെൻ്റെ കടയിൽ നിന്നാണ് അരിയും ഉഴുന്നും ഒക്കെ സാധാരണ മേടിക്കാറ്. കാശിൻ്റെ കാര്യത്തിന് ഇടയ്ക്ക് വല്ലപ്പോഴും കണക്ക് പറയാനോ മറ്റോ ഞാൻ വിളിച്ചിട്ടുണ്ട്.
അല്ലാതെ ഞാൻ അവരെ ഫോൺ വിളിക്കുക ശല്യപ്പെടുത്തുക ഒന്നും ചെയ്തിട്ടില്ല സാറേ. നീ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണോ അത് ആരെങ്കിലും നിന്നെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണോ? അത്ര അറിഞ്ഞാൽ മതി. അയ്യോ സാർ, അന്ന് രാത്രി ഞാൻ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കൂടിയില്ല. അന്ന് രാത്രി ജോലി സമയത്ത് ഒരു ചുവന്ന ബനിയനല്ലേ ഇട്ടിരുന്നത്? അത് സാറേ, എനിക്ക് ഹോട്ടലിലെ ക്ലീനിങ്ങിന് ആകെ ഒരു ചുമന്ന ബനിയനേ ഉള്ളൂ. ആ ഭാസ്കറിന് നിന്നോട് വല്ല വിരോധമുണ്ടോ? ഇല്ല, ഞാൻ അടുത്ത് മിണ്ടിട്ട് കൂടിയില്ല. പക്ഷെ അയാൾ ഉറപ്പിച്ച് പറയണത് നീ കത്തിയെടുത്ത് അടുക്കള വാതിൽ വഴി ഇറങ്ങിപ്പോണോ കണ്ടു എന്നാണല്ലോ. അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. അയാളുടെ നുണമാണ് സാറേ, എനിക്കറിയില്ല സാറേ. സത്യം എനിക്കൊന്നും അറിയില്ല സാറേ, നുണമാണ് സാറേ അയാൾ. അയാൾ നുണ പറയണതാണെന്ന് നീ പറഞ്ഞതിന്റെ പുറത്ത് ഞാൻ വിശ്വസിക്കാം. പക്ഷെ നീ നുണ പറയണതല്ല എന്ന് ആര് പറയണത് കേട്ട് വിശ്വസിക്കും? സാറേ, സത്യം ചെയ്തില്ല സാറേ. അയാൾ നുണ പറയണ സാറേ. ചെല്ല്. നീ അക്കൻ്റെ അടുത്ത് രാത്രി ചെല്ലാറില്ലേ? സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാ നമ്മളിങ്ങനെ താല്പര്യം വെച്ചിട്ട് കാര്യമൊന്നുമില്ല സാറേ. ആന്തരാ, നീ എടുത്ത പൊങ്ങൂല്ലേ? എടുത്താ പൊങ്ങാത്തത്ര കനമൊന്നും അതിനില്ല സാറേ. പിന്നെ നമ്മളെന്ത് പറയാനാ സാറേ, നമുക്കതൊന്നും വിധിച്ചിട്ടില്ല. നമുക്കൊക്കെ ഈ ചത്ത് കരക്കിടക്കുന്ന സ്ലാബ് പോലുള്ള സാധനങ്ങളെ കിട്ടുള്ളൂ. പാല് പോലും പിടയ്ക്കില്ല. അപ്പൊ ഭാസ്കര, ഓ, നിനക്ക് കിട്ടണില്ലെങ്കിലും വേറെ ആരെങ്കിലും അവിടെ കയറി നിറങ്ങുന്നുണ്ടോ? ഒറ്റയ്ക്കൊക്കെ ആവുമ്പോ ശേ, ഞാൻ പറയില്ല. എന്ത് വന്നാലും ഞാൻ പറയില്ല. സാറിന് എന്ത് തന്നാലും ഞാൻ അങ്ങനെ പറയത്തേ ഇല്ല. അതെന്താ ഭാസ്കര അങ്ങനെ ഒരു കടുംപിടുത്തം? കാരണം നമുക്ക് കിട്ടാത്ത സാധനം വേറൊരുത്തൻ അനുഭവിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതിന് അസൂയ കുശുമ്പെന്നൊക്കെ. ഞാൻ അത്തരക്കാരനല്ല, എനിക്ക് അസൂയയും കുശുമ്പൊന്നും ഇല്ല സാറേ. എന്നാലും ഇപ്പൊ ഭാസ്കരൻ്റെ അത്ര ഉറപ്പ്? കണ്ണുകൊണ്ട് കാണണമല്ലേ സാറേ. വെളുപ്പിന് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കണ്ണാരെയാ. ഇവൻ എപ്പോൾ വന്നു എപ്പോൾ പോകണമെന്ന് ആർക്കറിയാം? ആരെങ്കിലും ചോദിച്ചാൽ അവന് പറയാൻ ന്യായങ്ങളുണ്ടല്ലോ. ഇഡ്ഡലി ഉണ്ടാക്കാൻ വന്നു. ആർക്കും അറിയില്ലേ ഇവൻ്റെയൊക്കെ ഇഡ്ഡലി എടുക്കൽ എന്താന്ന്. ഈ ഇഡ്ഡലിയുടെ കൂടെ അവൻ എന്ത് ചമ്മന്തിയാ കൂട്ടിക്കടിക്കുന്നതെന്ന് ആർക്കറിയാം? ഞാൻ പറഞ്ഞ കുറ്റം അസൂയ. ഞാനല്ല സാറേ, ഞാനൊന്നും പറയില്ല, എന്നോടൊന്നും ചോദിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞോളാം സാർ, ഞാൻ പറഞ്ഞോളാം. നീ അവരെ വച്ചോണ്ടിരിക്കുന്നല്ലടാ. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? ആറ്റം പീസ് തന്നെയല്ലേ വേണ്ടെന്ന് പറയായിരുന്നു സാറേ. നേരി പറഞ്ഞപ്പോ അവന് ദേഷ്യം വരുന്ന കേട്ടോ. നിനക്ക് എത്ര വയസ്സാടാ? എന്താ നിനക്ക് നിന്റെ വയസ്സറിയില്ല? പറയടാ. ചെമ്പകമ്മാൾ മരിക്കുന്നതിന് 3 ആഴ്ച മുമ്പ് ഒരു രാത്രി 9 മണിക്ക് ശേഷം നീ അവരെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്, ശരിയല്ലേ? നീ അവരെ എവിടെ കൊണ്ടുവരണം? സാറേ, അവരെൻ്റെ അമ്മേനെ പോലെ സാർ. അമ്പലത്തിൽ ഉത്സവത്തിന് രാത്രി കൂട്ടിന് വരുമെന്ന് എൻ്റെ അടുത്ത് ചമ്പമ്മ ചോദിച്ചാ. വേറെ ആരും കൂട്ടില്ലാത്തോണ്ട് എന്നെ വിളിച്ച്. ഞാൻ ഷെഫിനോട് പറഞ്ഞ് രാത്രി ഡ്യൂട്ടിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാ അന്ന് അമ്മേനോട് പോയത്. അവരെ ചെറുപ്പത്തിൽ തമിഴ്നാട്ടിൽ പരിചയമുണ്ടായിരുന്ന ആരും അന്ന് കച്ചേരിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ മൂപ്പരെ കാണാൻ വേണ്ടിയിട്ടാ അമ്മ എന്നെ കൂട്ടിട്ട് പോയത്. സർ, തനിക്ക് ആ കേസ് ഡാമേജ് കൺട്രോളായിട്ട് 15 ദിവസം എന്ന് പറഞ്ഞ 15 ദിവസമാണ്. സർ. സൈമൺ, മറ്റൊരുത്തന്നെ തനിക്കൊരു കിട്ടിയില്ലടോ. സർ. എത്ര എണ്ണത്തിനെ കെട്ടി തൂക്കിയിട്ടാണെങ്കിലും റിസൾട്ട് ഉണ്ടാക്കിയേ പറ്റൂ. ഓക്കെ സർ. ആൻഡ് യു മസ്റ്റ് ഗോ ഓൺ ദ മോസ്റ്റ് കൺവീനിയന്റ് ഫിറ്റ്, ബട്ട് ദ ക്യാച്ച് ഷുഡ് ബി പെർഫെക്റ്റ്. കേട്ടോ?